ഹായ് ഗൈസ്. അപ്പോൾ നമ്മളെ നോർമലി ഉള്ള വീഡിയോനെ പോലത്തെ വീഡിയോ അല്ല ഇന്ന് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം കുറേ ആൾക്കാർ ക്യുഡിൻ്റെ അലോയിനെ പറ്റിയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറേ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, ബ്രോ ഇത് എവിടെ നിന്നാണ് എടുത്തത്, എത്രയാ സൈസ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു പിന്നെ അതൊരു കണ്ടൻ്റ് ആക്കിയിട്ടാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ക്യുഡിൻ്റെ ഞാൻ ഏത് ബ്രാൻഡാണ് അലോ യൂസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സൈസ്, പിന്നെ അത് ഇട്ടേനെ പിന്നെ വണ്ടിക്ക് വന്ന മാറ്റങ്ങൾ, മൈലേജ് ഷോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രേക്കിംഗ് ഇഷ്യൂസ് ഉണ്ടോ, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി, റെനോ ക്വിഡ് 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1000 cc 2018 മോഡലാണ് വണ്ടി വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാർ റിവ്യൂവർ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും അലോവിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും അലോവിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അലോവിൻ്റെ സൈസ് വരുന്നത് 14 ഇഞ്ചാണ്, 6.5 G-Max ആണ് ബ്രാൻഡ് വരുന്നത്. ഇത് ടയർ സൈസ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് 165/80 R14 കിടക്കുന്നത്. ഇത് ഇട്ടതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വണ്ടി തട്ടും. ബാക്കിൽ തട്ടാന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ഭാഗം നന്നായിട്ട് ഈ ടയറിൽ വണ്ടിയിൽ വെയിറ്റ് വരുന്ന സമയത്ത് ഇത് താഴേക്ക് ആവും. അപ്പോൾ ഇത് ജാമായിട്ട് ഇതാണല്ലേ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കട്ടിയുള്ള ഭാഗം ഉണ്ടായിരുന്നു, അതൊക്കെ തേഞ്ഞ് ഇപ്പോൾ ഒരു ബ്ലേഡ് പോലെയായി. എനിക്കിതിൽ വന്ന ഏറ്റവും വലിയ ഡ്രോബാക്ക് അതാണ് ഗൈസ്. ടയർ സൈസ് നമ്മളെപ്പോഴും അലോയ് ഇടുമ്പോൾ ലോ പ്രൊഫൈൽ അലോയിൻ്റെ ടയർ തന്നെ ഇടാൻ ശ്രമിക്കുക. 80 ഒന്നും ഒരിക്കലും കൊണ്ടിടരുത്. ഫ്രണ്ടിൽ അങ്ങനെ തട്ടുന്നില്ല, പക്ഷേ ബാക്ക് സൈഡ് കുറച്ച് പ്രശ്നമാണ്. ഒരു 1/2 ഇഞ്ച് തള്ളി നിൽക്കുന്ന രീതിക്കാണ് ഇത് ഉള്ളത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു ഇത്ര ഭാഗം പുറത്തേക്കാണ് ഉള്ളത്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ഏകദേശം ഒരു 2 കിലോമീറ്റർ മൈലേജ് കുറയുന്നുണ്ട്. മൈലേജ് ഷോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ് ടൈറ്റ് ആവുന്നുണ്ട്. ബ്രേക്കിംഗ് കുറച്ചും കൂടെ ഹാർഡാവും. കാരണം ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ടയറും അലയും കൂടെ വരുമ്പോൾ ഒരു ടയറിന് തന്നെ ഏകദേശം നല്ല വെയിറ്റ് വരുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ തന്നെ വണ്ടി കുറച്ചും കൂടെ ഹെവി ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സ്മൂത്ത്നെസ് പോവും. ടയർ എപ്പോഴും 14 ഇഞ്ച് ഇടുന്ന ക്യുഡുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ലോ പ്രൊഫൈൽ ടയേഴ്സ് ഇടാൻ നോക്കുക മാക്സിമം. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി തട്ടി അതിൻ്റെ സൈഡൊക്കെ ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ട്. ഫ്രണ്ട് തട്ടുന്നില്ല, പക്ഷേ ബാക്ക് നന്നായിട്ട് ഒരഞ്ഞ് നല്ല സൗണ്ടൊക്കെ വരും. പിന്നെ ഗൈസ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷം പറഞ്ഞതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വണ്ടി കാണാൻ മൂടായിരിക്കും, നല്ല ഭംഗിയായിരിക്കും വണ്ടി കാണാൻ. അല്ലാണ്ട് വേറെ ഗുണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വണ്ടീനെ ഇഷ്ടപ്പെടുന്നവർ എന്ന നിലയ്ക്ക് വണ്ടി കാണുമ്പോഴും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ വണ്ടി കുറച്ചും കൂടെ ഒരു സൈസ്, ഒരു എന്താ പറയുക, ഒരു വലിയ വണ്ടി ഓടി വരുന്ന പോലെ തോന്നും നമുക്ക് ദൂരെ നിന്നൊക്കെ ഈ വണ്ടി ഓടി വരുന്ന കാണുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ലുക്ക് തന്നെയാണ് മെയിൻ, അല്ലാണ്ട് ഇങ്ങോട്ട് ഗുണങ്ങളൊന്നുമില്ല, ദോഷങ്ങളാണ് കൂടുതൽ. പിന്നെ നമുക്ക് RTOൻ്റെ അടുത്തുനിന്ന് ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 1/2 ഇഞ്ചാണ് ഇതിപ്പോൾ പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര വിയേഡായിട്ടൊന്നും പുറത്തേക്ക് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേവരെ അങ്ങനെ ചെക്കിങ്ങിൽ പിടിക്കുക അങ്ങനെ ഫൈൻ കിട്ടിയിട്ടൊന്നുമില്ല ഇതേവരെ ആയിട്ടും. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് 4 ഹോളാണോ അതോ തുളയിട്ടതാണോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ബ്രോ ഇതിങ്ങനെ ചെയ്തതെന്നൊക്കെ. ഇത് ആക്ച്വലി 3 ഹോളും യൂസ് ചെയ്യാം, 4 ഹോളും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ ക്യുഡിൻ്റെ ഭയങ്കര ഒരു ഡ്രോബാക്കാണ് ഈ 3 ഹോള് അലോയ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് കിട്ടാൻ ഇത്രയും ഡിമാൻഡ്. ഈ സാധനം ക്യുഡിൻ്റെ നിങ്ങൾ കേരളത്തിൽ ഉള്ള ആൾക്കാർക്ക് അറിയാം, അലോയ് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത്, ബ്രോ ഇത് എവിടെ നിന്ന് എടുത്തത്, എന്താണ് ഇതിൻ്റെ സ്പെക്ക് ഡീറ്റെയിൽസ് എന്നൊക്കെ. ഞാൻ ആക്ച്വലി ഇത് പർച്ചേസ് ചെയ്തത് ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ അങ്ങനെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും എൻ്റെ കയ്യിലില്ല നിങ്ങൾക്ക് തരാൻ. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടാനില്ല, അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗുണം ആക്ച്വലി ലുക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡ്രോബാക്സ് തന്നെയാണ്. മൈലേജ് ഷോർട്ടാവും, ബ്രേക്കിംഗ് കുറയും,
പിന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് ആവും, ബാക്കിൽ തട്ടും. അത് കാരണം ടയറിൻ്റെ, ഞാൻ ഇട്ട ടയറിൻ്റെ പ്രശ്നമാണ്. ലോ പ്രൊഫൈൽ ടയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തട്ടത്തില്ല കേട്ടോ ബാക്കിൽ. ഇതൊക്കെയാണ് അലോയിൻ്റെ വിശേഷങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ അലോയിൻ്റെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ ഒക്കെ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ ഒക്കെ കൊടുക്കാം. അതിൽ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇടുക, റിപ്ലൈ തരാം. വേറെ ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഹോൾസ് തമ്മിലുള്ള ഗ്യാപ്പിനാണ് പി സി ഡി എന്ന് പറയുന്നത്. 100 PCD വരുന്നത്. 100 PCD ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൾട്ടോ, സ്വിഫ്റ്റ്, റിറ്റ്സ് ഇതൊക്കെ 100 PCD വരുന്നത്. ഈ ഗ്യാപ്പിന് പറയുന്ന പേരാണ് PCD. അതുപോലെ തന്നെ 6.5J ആണിത് വരുന്നത്. 6.5J എന്ന് പറഞ്ഞാൽ ഈ അലോയിൻ്റെ വിഡ്ത്ത്, ഈ വിഡ്ത്തിനെ പറയുന്നതാണ് 6.5J.